ഹലോ എവറി വൺ, വെൽക്കം ടു മൈ PSC ഡയറീസ്. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി നമുക്കിന്ന് നോക്കാം. അതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസൊക്കെ പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ട് കായലാണല്ലേ. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ടാണ് ഇത് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലാണ് ഇത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ അഷ്ടമുടിക്കായൽ, ഇതാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഇത് അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കായംകുളം കായൽ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കായലാണ്. പിന്നെ കൊടുങ്ങല്ലൂർ കായൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്, കൊടുങ്ങല്ലൂരിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. വേമ്പനാട്ട് കായലിനൊക്കെ വടക്കേ അറ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കായൽ കൂടിയാണ് ഇത് കൊടുങ്ങല്ലൂർ കായൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻസ്: മഞ്ചേശ്വരം പുഴ, പമ്പ, പാമ്പാർ, ആയിരൂർ. ഇതാണ് ബി, പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്ന് അറിയപ്പെടുന്നത്. മഞ്ചേശ്വരം പുഴ നമുക്കറിയാം അല്ലേ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്, ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് ഇത് നീളം എന്ന് പറയുന്നത്. പാമ്പാർ നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഒരു നദിയാണ് ഇത് പാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ ഏതാ, ആയിരൂർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു നദിയാണ്. അത് പമ്പാ നദിയുടെ തീരമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. മയിൽ, പറവ, പ്രാവ്, മലമുഴക്കി, വേഴാമ്പൽ. ഇതാണ് ഡി, മലമുഴക്കി വേഴാമ്പലാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ഓപ്ഷൻസ്: പെരിയാർ, വയനാട്, ഇടുക്കി, പറമ്പിക്കുളം. ഇതാണ് ആൻസർ. എ, പെരിയാറാണല്ലേ. 1950 വന്യജീവി സങ്കേതമായിട്ടത് മാറുന്നത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. പിന്നെന്താ, ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്, ടൈഗർ റിസർവ് കൂടിയാണ് അല്ലേ. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ വയനാട് 1973 വന്യജീവി സങ്കേതമായത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഇന്ന് വയനാട് എന്ന് പറയുന്നത്. ഇടുക്കിയോ, ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി അണക്കെട്ടിനോട് ചേർന്ന് അല്ലേ, പെരിയാർ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1976 ഇത് സ്ഥാപിതമായത്. പറമ്പിക്കുളം 1973 സ്ഥാപിതമായി. 2010 കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഏഷ്യയിലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ തേക്ക് മരമായിട്ടുള്ള കന്നിമരം എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. മംഗളവനം, ഇരവികുളം, തട്ടേക്കാട്, പെരിയാർ. ഇതാണ് ഓപ്ഷൻ എ, മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ പിൻവശത്തായിട്ടാണ് ഇത് മംഗളവനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാടും. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട്. എന്താണ്, ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഇത് തട്ടേക്കാട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ഓപ്ഷൻസ്: കൊല്ലം, എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം. ആൻസർ ഡി, തിരുവനന്തപുരമാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാൻ പാടില്ല. കൊല്ലം ജില്ലയിലല്ല, തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കായിക ദിനം. ഓപ്ഷൻസ്: ഒക്ടോബർ 13, നവംബർ 13, ഒക്ടോബർ 12, നവംബർ 12. ആൻസർ ഏതാണ്? ഒക്ടോബർ 13. അപ്പോൾ എന്നാണ് ദേശീയ കായിക ദിനം? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻസ്: കുറ്റിയാടി, ശബരിഗിരി, പള്ളിവാസൽ, ഇടുക്കി. ഏതാണ്? പള്ളിവാസലാണല്ലേ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. 1940 ഇടുക്കി ജില്ലയിൽ മുതിരമ്പുഴയാറിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ കാലത്താണ് ഇത് കമ്മീഷൻ ചെയ്തത്. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ കുറ്റിയാടി എന്ന് പറയുന്നത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്, കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരിയോ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്, പമ്പ നദിയിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്.
പെരിയാർ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1976 കമ്മീഷൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനം. ഓപ്ഷൻസ്: സൈലന്റ് വാലി, ഇരവികുളം, ഇടുക്കി, നീലഗിരി. ഇതാണ് ഓപ്ഷൻ എ ആണല്ലേ. സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം. ഇരവികുളം എന്താണ്? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താറല്ലേ വരയാടുകളെ സങ്കേതമാണ് എന്ത്? ഇരവികുളം എന്ന് പറയുന്നത്. എന്നാൽ അതൊരു നിത്യഹരിത വനമല്ല. ഇടുക്കിയോ? ഇടുക്കിയിൽ 5 പ്രധാന ദേശീയോദ്യാനങ്ങളുണ്ട്. സൈലന്റ് വാലി ഒഴികെ മിക്കതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമുടിച്ചോല എന്നിവയൊക്കെ എവിടെയാണ്? ഇടുക്കിയിലാണ്. അടുത്തത് നീലഗിരി. ഇതെന്താണ്? ഒരു പർവ്വത നിരയാണ്. കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. ഓപ്ഷൻസ്: വി വി ഗിരി, ബി രാമയ്യ, നിഖിൽ കുമാർ, വി വിശ്വനാഥൻ. ആൻസർ ഡി ആണ്, വി വിശ്വനാഥനാണ്. 1967 മെയ് 15 മുതൽ 1973 മാർച്ച് 31 വരെയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഇതിൽ നമുക്കറിയുന്ന ഒരാളുണ്ടല്ലേ, ആരാണ്? വി വി ഗിരി. വി വി ഗിരി ആരായിരുന്നു? നമ്മുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ആര്? വി വി ഗിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 ആണ്. അപ്പം എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ? 1865 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ചൊരു സുപ്രധാന ഭൂബഹിഷ്കരണ നിയമമാണ് എന്ത്? പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻസ്: ഇമ്പീരിയൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാട് ബാങ്ക് പിന്നീട് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് എന്താണ് ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പീരിയൽ ബാങ്കാണ് ഇപ്പോഴത്തെ എന്ത്? SBI എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതൊരു പൊതുമേഖലാ ബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? ഓപ്ഷൻസ്: 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമ ലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. ഏതാണ് ആൻസർ? ഏതാണ് മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമില്ലാത്തത്? ഡി ആണ്, 1936 ഇലക്ട്രിസിറ്റി സമരം. എന്താണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് നടന്നത്. എന്തുമായിട്ട്? തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുതി വിതരണ ചുമതല സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിനെ തുടർന്നാണ് ഈ ഒരു പ്രക്ഷോഭം പുറപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 1932 പ്രവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഓപ്ഷൻസ്: NV ജോസഫ്, K കേളപ്പൻ, PK കുഞ്ഞ്, C കേശവൻ. ആൻസർ ഏതാണ്? കേളപ്പനാണ്. ബാക്കി പറയുന്നവർക്കൊക്കെ എന്ത് ബന്ധമുണ്ടല്ലേ? സജീവമായിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളാണ് ആര്? NV ജോസഫ് എന്ന് പറയുന്നത്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നായിട്ട് നേതാവായിട്ട് നിന്ന ആളാണ് ആര്? KP കുഞ്ഞ്. C കേശവൻ എന്ന് പറഞ്ഞ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിച്ച് പ്രക്ഷോഭത്തിന് നേതൃത്വം ആളാണ് ആര്? C കേശവൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻസ്: പാലക്കാട്, മഞ്ചേരി, വടകര, ഒറ്റപ്പാലം. ഏതാണ് ആൻസർ? മഞ്ചേരിയാണ് ആൻസർ. 1920 ഏപ്രിലിൽ മഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹിളാ സമ്മേളനം നടന്നത്. ആ മഹിളാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ്: T പ്രകാശൻ, ആനി ബസന്റ്, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. ആൻസർ എ ആണ്, T പ്രകാശനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു, മനുഷ്യസ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അനുഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്?
സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. ഇതാരാണ് നേടിക്കൊടുത്ത ആൾ? വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻസ്: കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഏതാണ്? കുമാരഗുരുദേവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻസ്: മൈക്കിള പ്രഭു, കൊനോലി പ്രഭു, വില്യം കീലിംഗ്, വില്യം ലോഗൻ. ഓപ്ഷൻ വില്യം കീലിംഗ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരി ഉത്തരങ്ങളാണ്. ഇതാണ് D 4. അതായത് കൊടുത്തേക്കുന്ന എല്ലാതും ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഇതെല്ലാം വയനാട്ടിലെ കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് കൂടെ ആയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. മുമ്പത്തെ ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എന്തായാലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ, വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.